ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു ബട്ടർഫ്ലൈയുടെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു മെറ്റീരിയലിൽ നിന്ന് 4 പീസ് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അളവോടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ 2 പീസ് ഇതേപോലെ നമുക്ക് വെച്ചെടുക്കണം. അതായത് നല്ല വശം ഇതുപോലെ ചേർത്ത് വേണം വെച്ചെടുക്കാനായിട്ട് കേട്ടോ. മറ്റേ 2 പീസും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പം ഇപ്പം നമ്മൾ കാണുന്നത് ഈ ഒരു മെറ്റീരിയലിൻ്റെ റോങ് സൈഡാണ് കേട്ടോ. നമുക്ക് ഒരു പീസിൽ ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇത് മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പെന്ന് വെച്ചിട്ട് കാണിക്കുന്നില്ലേ, അതേപോലെ നമുക്ക് മെഷീൻ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പീസ് അങ്ങനെ ചെയ്യുക. രണ്ടാമത്തെ പീസ് നമുക്ക് റൗണ്ട് ഷേപ്പിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് കോമ്പസ് വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിന്നിൻ്റെ മൂടി അങ്ങനെ വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ മാക്സിമം കൊള്ളുന്നൊരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ ഇവിടെ വരച്ചെടുക്കാനായിട്ട് പെന്നാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പെന്നായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ 2 പീസും നമുക്ക് മെഷീൻ യൂസ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ 2 പീസ് ഇവിടെ അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അറ്റങ്ങളൊക്കെ ഒന്ന് കത്രിക യൂസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പീസിൻ്റെ ഈ കോൺ പോലുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു കോണുകൾ 4 കോണും നമുക്കൊന്ന് നല്ലതുപോലെ മാക്സിമം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കിയുള്ള വശങ്ങളൊന്നും അങ്ങനെ കട്ട് ചെയ്യണമെന്നില്ല. ഈ ഒരു 4 മൂലകളൊന്ന് നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാത്ത വിധത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പീസുകൾ മാക്സിമം വെട്ടി കളഞ്ഞാലാണ് നമുക്കിത് മറച്ചെടുക്കുമ്പോൾ ആ ഒരു കോൺ ഉണ്ടല്ലോ, 4 മൂലകളും കറക്റ്റായിട്ട് നല്ല പോയിന്റഡ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ളത് ഇതേപോലെ വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പീസിൻ്റെ മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു തുമ്പ് ഒന്ന് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹോളിൽ കൂടെ വേണം ഈ ഒരു പീസിനെ മറച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇനി ആ ഒരു ഹോളിൽ കൂടെ നമുക്ക് ആ ഒരു പീസിനെ ഫുള്ളായിട്ട് ഇതുപോലെ മറച്ചെടുക്കണം. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ ആയിട്ട് ആ ഒരു ഹോൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ മാക്സിമം ചെറിയൊരു ഹോൾ ഇടുക. അപ്പോൾ ഇതേപോലെ മറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മറ്റേ പീസും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 പീസും ഇവിടെ ഇതുപോലെ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ 2 സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു മാർക്കിങ്ങിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു 2 പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു 2 പോയിന്റിൽ കൂടെ ഇതുപോലെ ഒരു ലൈൻ, ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് വരച്ചിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഏകദേശം ഒരു പോയിന്റ് നോക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഈ രണ്ടാമത്തെ ആ ഒരു പീസ് ഉണ്ടല്ലോ, സ്ക്വയർ ഷേപ്പിലുള്ള പീസ്, അതുപോലെ കോണോട് കോണായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ നൂലിനൊന്ന് നല്ലതുപോലെ വലിച്ച് ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ വലിക്കുക. അതിനുശേഷം നമ്മൾ 2 3 ചുറ്റിട്ട് കൊടുത്തിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് വലിച്ചിട്ടൊന്ന് ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 3 ചുറ്റിട്ട് കൊടുക്കുക. അപ്പോൾ ചുറ്റിടുമ്പോൾ അത്യാവശ്യം നല്ലതുപോലെ വലിച്ചു കൊടുത്തിട്ട് വേണം ചുറ്റിയെടുക്കാനായിട്ട് കേട്ടോ.
എന്നിട്ട് ബാക്ക് സൈഡിലായിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ട് നിർത്തുകയാണ്. ഇപ്പോൾ 2 3 കെട്ടൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം ഇന്നിവിടെ ഈ ഒരു ബട്ടർഫ്ലൈയിൽ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പാണ് ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ മനസ്സിലാവാനായിട്ട് മുമ്പുള്ള വീഡിയോസ് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പിൽ ഗ്ലൂ ചെയ്തിട്ട് ഈ ഒരു ബട്ടർഫ്ലൈയുടെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ഗ്ലൂ ചെയ്തിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ഈ ഒരു നൂല് കാണുന്ന ഭാഗത്ത് ഈ ഒരു മെറ്റീരിയലിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. മുമ്പുള്ള വീഡിയോസിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസ് കണ്ടു നോക്കി നോക്കാം കേട്ടോ, അറിയാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ അത് ചെറിയ മക്കൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ തന്നെ നമുക്ക് ചെറിയ മക്കളുടെ ഉടുപ്പിലൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഉടുപ്പിൽ വെക്കുമ്പോൾ നമ്മൾ തുന്നി വേണം വെച്ചെടുക്കാനായിട്ട് കേട്ടോ. ഗ്ലൂ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇളകിപ്പോരും. അപ്പോൾ സൂചി നൂല് യൂസ് ചെയ്തിട്ട് തുന്നി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരും മറക്കാതെ കാണുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ചെയ്തിട്ട് വർക്കായോ ഇല്ലയോ എന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.